ഹേ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി സ്പെഷ്യലാണേ. ഞാൻ യൂട്യൂബിൽ ആഡ് ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസപ്ഷൻ പാർട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനും പിന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനൊരു ഫ്രെയിം കൊടുക്കാമെന്ന് വിചാരിച്ച് അതിനെല്ലാം കൂടി പോകുന്ന ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അബിയുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ പോയി ഗിഫ്റ്റൊക്കെ നോക്കി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നേ. ഏതാ കൊടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ. എന്നിട്ട് അവിടുന്ന് ലാസ്റ്റ് ഒരു ഫ്രെയിമിൽ തന്നെ നമ്മൾ തിരിച്ചെത്തി. വീട്ടിൽ നിന്ന് ഫ്രെയിം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതെങ്കിലും അവിടെ കണ്ടപ്പോൾ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ചെറിയൊരു കൺഫ്യൂഷനായേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ തലശ്ശേരി ട്രെൻഡ്സിലോട്ടാണ് പോയത്. അവിടുന്ന് ഞങ്ങളധികം ഡ്രസ്സ് എടുക്കാറേ. അപ്പം ലക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോയ ദിവസം അവിടെ നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നേ. ഏകദേശം ഒരു 3500 രൂപക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2500 രൂപ മാത്രമേ കൊടുക്കണ്ടായിരുന്നേ. 1000 രൂപയുടെ കൂപ്പൺ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ അവിടെ നിന്ന് ഷോപ്പ് ചെയ്തു കേട്ടോ. ഫസ്റ്റ് തന്നെ ശിവുവിൻ്റെ ഡ്രസ്സാണ് നോക്കിയത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നേ അവിടെ പോയപ്പോൾ ഞാൻ ഒരു റോംബർ ടൈപ്പ് ഒരു ഡ്രസ്സ് കണ്ടായത്. അതിനേക്കാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ എന്താണെന്നറിയില്ല, ഭാഗ്യക്കേട് കൊണ്ടാണെന്ന് തോന്നുന്നു, ആ ഡ്രസ്സൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കുറേ നേരം ഞാൻ ആ ഫ്ലോർ മൊത്തം നടന്നു കേട്ടോ, അഥവാ എവിടെയെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചു. പക്ഷെ എവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് പിന്നെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള 2-3 ഡ്രസ്സ് നോക്കി ശിവുവിനെടുത്തേ. അപ്പം ഞാൻ ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലായിരുന്നേ. ശിവൂട്ടി ഇതാ ആ ഫ്ലോർ മൊത്തം അബിനിട്ട് ഓടിക്കായിരുന്നേ. അവളെയും കൊണ്ട് പുറത്തു പോയുള്ള അവസ്ഥ ഇതാട്ടോ, ഒരു സ്ഥലത്ത് നിൽക്കില്ല. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണിക്കായിരുന്നേ റിസപ്ഷൻ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ല ലോങ് ആയിരുന്നേ. അപ്പം വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വെച്ച് നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. നമ്മൾ കുറേ നേരം മാറ്റിയിട്ട് അവിടെ പോസ്റ്റ് ആയിരുന്നു വീട്ടിൽ. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ വഴിയിൽ നിന്ന് ഇതാ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നേ, എൻ്റെ ഏട്ടനാട്ടോ അത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ എൻ്റെ അവളുടെയും കൂടെ ഡിഗ്രിക്ക് പഠിച്ച ചങ്ങായിയുടെ കല്യാണമായിരുന്നു. ഇതവരുടെ മോളാട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കാറിലാണ് അങ്ങോട്ട് പോയത്. നല്ല ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളവിടെ എത്തിയത് ഒരു 6 മണിയൊക്കെ ആയപ്പോഴായിരുന്നേ. അപ്പം ഞങ്ങളിങ്ങനെ നല്ല സൊറയൊക്കെ പറഞ്ഞു കേട്ടോ പോകുന്നത്. ചെറുതായിട്ടൊരു വഴിയൊക്കെ തെറ്റിയെങ്കിൽ ഞങ്ങളൊരു 6 മണി 6:15 ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടേ. ലവ് മാരേജ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ടേയുള്ള അഫെയർ ആയിരുന്നു. അങ്ങനെ 8 വർഷത്തിന് ശേഷം ഇതാ കല്യാണം കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയിലാട്ടോ. ഞങ്ങൾ പോകുന്ന അവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു സർപ്രൈസ് വിസിറ്റ് എന്നുള്ള രീതിയിലായിരുന്നു പോയിരുന്നത്. മാരേജിന് പോയില്ല, ഞങ്ങൾ റിസപ്ഷൻ പാർട്ടിക്ക് മാത്രമേ പോയിരുന്നുള്ളൂ കേട്ടോ. കാരണം നല്ല ലോങ് ആയിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ തിരിച്ചു പോകാനുള്ള പുറപ്പാടിലാണേ. അപ്പം മക്കളിതാ കുറച്ച് നേരം അവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. ഐസ്ക്രീമൊക്കെ ഉള്ളതുകൊണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് രണ്ടാളും കൂടി എന്തെല്ലോ കളിക്കുന്നുണ്ടായിരുന്നേ. നല്ല രസമായിരുന്നു കേട്ടോ മക്കളുടെ കളി ഇങ്ങനെ കണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പിന്നെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. കാരണം നല്ല ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.